ഡിയർ സ്റ്റുഡൻസ്, സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിലെ 4ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടക്കുക. ഇതിനൊരു ക്ലാസ് എന്ന് വിളിക്കാനില്ല, ഒരു ചെറിയ ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ചേർന്ന് വരുന്ന ഒരു ടോപ്പിക്കാണിത്. അതുകൂടി എടുത്തു വരുമ്പോൾ ആ വീഡിയോ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ കട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അത് മാത്രമായിട്ട് നമ്മളൊരു ചെറിയ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വായിക്കാമല്ലോ നിങ്ങൾക്ക്. അസിയോട്രോപിക് മിക്സ്ചേഴ്സ്. നമ്മൾ റോൾസ് ലോയിൽ നിന്നുള്ള ഡീവിയേഷൻസ് കണ്ടിരുന്നു. ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. എന്താണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? എ സൊല്യൂഷൻ which obeys Rolle's law at all compositions. പക്ഷേ എല്ലാ സൊല്യൂഷൻസും ഐഡിയൽ ആണോ? അല്ല. കെമിക്കലി സിമിലർ ആയ കമ്പോണൻസ് വഴി ഉണ്ടാകുന്ന സൊല്യൂഷൻസ് മാത്രമേ ഐഡിയലായി ബിഹേവ് ചെയ്യൂ. ഒരേ തരം ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ഉള്ളവർ. ബാക്കിയെല്ലാം നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആണ്. സൊല്യൂഷൻസ് which do not obey Rolle's law. നോൺ ഐഡിയൽ സൊല്യൂഷൻസ് തന്നെ രണ്ട് തരത്തിലുണ്ട് എന്ന് നമ്മൾ കണ്ടിരുന്നു. പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ. സൊല്യൂഷൻസ് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ. എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ? Experimental vapor pressure is greater than the calculated vapor pressure. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു, AB ഇന്ററാക്ഷൻ AA ഇന്ററാക്ഷനേക്കാളും BB ഇന്ററാക്ഷനേക്കാളും കുറവുള്ളവരാണ് പോസിറ്റീവ് ഡീവിയേഷൻ തരിക. ആൽക്കഹോൾ ആൻഡ് വാട്ടർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഈ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിൽ ഒരു പർട്ടിക്കുലർ കോമ്പോസിഷൻ, പല കോമ്പോസിഷൻസിൽ മിക്സ്ചേഴ്സ് ഉണ്ടാക്കാം. ഒരു പർട്ടിക്കുലർ കോമ്പോസിഷനിലെ മിക്സ്ചർ ബോയിൽ ചെയ്യുമ്പോൾ ആ ലിക്വിഡ് സ്റ്റേറ്റിലെ കോമ്പോസിഷൻ ഏതാണോ അതേ കോമ്പോസിഷനിൽ തന്നെയാണത് ബോയിൽ ചെയ്യുക. നമ്മൾ ഡിസ്റ്റിലേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ? ബോയിലിംഗ് പോയിന്റിൽ വ്യത്യാസമുള്ള ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുക. അപ്പൊ ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ ഓരോ കമ്പോണൻസും അവരവരുടെ ബോയിലിംഗ് പോയിന്റിൽ എത്തുമ്പോൾ വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്നു. ആ വേപ്പേഴ്സിനെ കണ്ടൻസ് ചെയ്ത് നമ്മൾ കളക്ട് ചെയ്യാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ബോയിലിംഗ് പോയിന്റ്സ് ഉള്ളത് കൊണ്ട് ഒരു പർട്ടിക്കുലർ ബോയിലിംഗ് പോയിന്റിൽ ആ ഒരൊറ്റ ലിക്വിഡ് മാത്രമേ വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്നുള്ളൂ. മറ്റേത് റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ തന്നെ, ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കിൽ തന്നെ റിമെയിൻ ചെയ്യും. പക്ഷേ ചില മിക്സ്ചേഴ്സ് അങ്ങനെയല്ല. ചില പ്രത്യേക കോമ്പോസിഷൻസിൽ അവര് ബോയിൽ ചെയ്യുന്നത് ഒരുമിച്ചാണ്. ഫോർ എക്സാമ്പിൾ, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു സൊല്യൂഷന് എക്സാമ്പിൾ ആണ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ. അതില് 95.6% എത്തനോൾ അക്വസ് സൊല്യൂഷൻ ആണ് എത്തനോൾ വാട്ടറിന്റെ. അതായത് 100 ml ഉണ്ടെങ്കിൽ അതിൽ 95.6 ml എത്തനോളും ബാക്കി 4.4 ml വാട്ടറും ഉള്ള ഒരു മിക്സ്ചർ നമ്മൾ എടുത്താൽ അതാണ് 95.6% എത്തനോൾ എന്ന് വിളിക്കുന്നത്. ഈ മിക്സ്ചർ ബോയിൽ ചെയ്യുന്നത് ഒരുമിച്ചാണ്. എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് 351.3 കെൽവിൻ ആണ്. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 373 കെൽവിൻ ആണ്. അപ്പൊ ശരിക്കും ഡിസ്റ്റിലേഷൻ നടക്കുമ്പോൾ ആദ്യം ബോയിൽ ചെയ്ത് മാറേണ്ടത് എത്തനോൾ ആണ്. അതിനുശേഷമേ വാട്ടർ ബോയിൽ ചെയ്യാവൂ. പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ കോമ്പോസിഷനിൽ എടുത്താൽ ഈ മിക്സ്ചർ ബോയിൽ ചെയ്യുന്നത് 351.15 കെൽവിനിലാണ്.
വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറി ആ വേപ്പേഴ്സിനെ നമ്മൾ അനലൈസ് ചെയ്താൽ ആ വേപ്പേഴ്സിൽ 95.6% എഥനോളും 4.4% വാട്ടറുമായിരിക്കും. So this mixture boils without any change in composition. ലിക്വിഡ് സ്റ്റേറ്റിൽ എന്താണോ കോമ്പോസിഷൻ അതേ കോമ്പോസിഷൻ തന്നെ വേപ്പർ സ്റ്റേറ്റിലും മെയിൻറ്റെയിൻ ചെയ്യുന്നു. Such a mixture is called azeotropic mixture or constant boiling mixture. A mixture which boils without any change in composition is called an azeotropic mixture. A mixture which boils without any change in composition is called azeotropic mixture or constant boiling mixture. അതായത് അസിയോട്രോപിക് മിക്സ്ചേഴ്സിന്റെ പ്രത്യേകത അവർ പ്യുവർ ലിക്വിഡ് പോലെ തന്നെ ബിഹേവ് ചെയ്യുന്നു. ഒരുമിച്ച് ബോയിൽ ചെയ്ത് ഒരുമിച്ച് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്നു. So here this is an example for azeotrope. ഏതാണ്? 95.6% ethanol. ബോയിൽ ചെയ്യുന്നത് 351.15 കെൽവിനിലാണ്. ഇതേ കോമ്പോസിഷൻ തന്നെ വേപ്പർ സ്റ്റേറ്റിലും മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇതിലെ കമ്പോണൻസ് എഥനോളും വാട്ടറുമാണ്. എഥനോളിന്റെ ബോയിലിംഗ് പോയിന്റ് 351.3 ആണ്. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 373 ആണ്. പക്ഷേ ഈ മിക്സ്ചർ ബോയിൽ ചെയ്യുന്നത് 351.15. അതായത് പ്യുവർ കമ്പോണൻസിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ കുറവാണ് മിക്സ്ചറിന്റെ ബോയിലിംഗ് പോയിന്റ്. മിക്സ്ചർ ബോയിൽസ് വിതൗട്ട് എനി ചേഞ്ച് ഇൻ composition. Such a mixture is called azeotropic mixture. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു സൊല്യൂഷൻ എടുത്താൽ ആ സൊല്യൂഷന് പല കോമ്പോസിഷൻസിൽ നമുക്ക് ഫോം ചെയ്യാം. അതില് ഏറ്റവും കൂടുതൽ വേപ്പർ പ്രഷർ കാണിക്കുന്ന സൊല്യൂഷൻ ആയിരിക്കും കോൺസ്റ്റന്റ് അസിയോട്രോപ്പ് ആയിട്ട് നിൽക്കുക. ഏറ്റവും കൂടുതൽ വേപ്പർ പ്രഷർ കാണിക്കുന്ന സൊല്യൂഷൻ. നമ്മൾ ഐഡിയൽ സൊല്യൂഷന്റെ ഒക്കെ ഗ്രാഫും നോൺ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫും ഒക്കെ പഠിച്ചിരുന്നു. ഞാൻ വെറുതെ ഒരു ഇത് വരയ്ക്കാണ്. ഇതൊരു ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് ആണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കർവ് വരിക. മിക്സ്ചറിന്റെ വേപ്പർ പ്രഷർ കർവ് ഇങ്ങനെയാണ് വരിക. അപ്പൊ ഈ കൂടുതൽ ഏറ്റവും കൂടുതൽ വേപ്പർ പ്രഷർ ഉള്ള കാണിക്കുന്ന കോമ്പോസിഷൻ ഏതാണോ അതായിരിക്കും അസിയോട്രോപ്പ് ആയി ബിഹേവ് ചെയ്യുക. വേപ്പർ പ്രഷർ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവ്. കാരണം വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് തുല്യമാവുന്ന ടെമ്പറേച്ചർ ആണ് ബോയിലിംഗ് പോയിന്റ്. ഇപ്പൊ വേപ്പർ പ്രഷർ എത്ര കൂടുന്നോ കൂടുതൽ വേപ്പർ പ്രഷർ ഉള്ള ഒരു ലിക്വിഡിനെ ആ വേപ്പർ പ്രഷറിനെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് തുല്യമാക്കാൻ കുറച്ച് ഹീറ്റ് കൊടുത്താൽ മതിയാവും. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ സൊല്യൂഷന്റെ ഒരു പർട്ടിക്കുലർ കോമ്പോസിഷൻ ബിഹേവ്സ് ആസ് ആൻ അസിയോട്രോപ്പ്. ആ കോമ്പോസിഷൻ ഏതായിരിക്കും എന്ന് വെച്ചാൽ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേപ്പർ പ്രഷർ കാണിക്കുന്ന മിക്സ്ചർ ഏതാണോ അതാണ് അസിയോട്രോപ്പ് ആയിട്ട് ബിഹേവ് ചെയ്യുക. വേപ്പർ പ്രഷർ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവ്. അപ്പൊ നമ്മൾ പറയും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനുകൾ തരിക മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പുകളാണ്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ആ കൂട്ടത്തിൽ ഏറ്റവും കുറവ്, അതായത് വേപ്പർ പ്രഷർ ഏറ്റവും കൂടുതൽ. അതിനൊരു എക്സാമ്പിൾ ആണ് 95.6% എഥനോൾ. അപ്പോൾ ഈ ഒരു മിക്സ്ചറിനെ we cannot distill 95.6% ethanol എന്ന് പറയാം. അല്ലെ ചിലപ്പോൾ ചോദിക്കും ethanol cannot be separated from 95.6% solution of ethanol. എഥനോളിന്റെ പ്യൂർ എഥനോൾ കിട്ടാൻ 95.6% എഥനോൾ എടുത്താൽ പറ്റില്ല. അത് നമുക്ക് ഡിസ്റ്റിൽ ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം?
95.6% ethanol എടുത്താൽ it is an azeotrope എന്ന് മാത്രം എഴുതിയാൽ മതി. It boils without any change in composition. So pure ethanol cannot be obtained by distilling this mixture. ഇനി അതേപോലെ തന്നെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനുകളിലും അസിയോട്രോപ്സ് ഉണ്ട്. A mixture boils without any change in composition. അതിന് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന് ഒരു എക്സാമ്പിൾ ആണ് നൈട്രിക് ആസിഡ് ആൻഡ് വാട്ടർ. അപ്പൊ അതിൽ ഞാൻ 68% നൈട്രിക് ആസിഡ് എടുക്കുന്നു, 68% നൈട്രിക് ആസിഡും ബാക്കി വാട്ടർ. ഇതും ഒരു അസിയോട്രോപ്പ് ആണ് എന്ന് പറഞ്ഞാൽ ഇത് ബോയിൽ ചെയ്താൽ ആ കിട്ടുന്ന വേപ്പേഴ്സിൽ 68% നൈട്രിക് ആസിഡും ബാക്കി വാട്ടറും ആയിരിക്കും. ഇതിനെ നമുക്ക് ഡിസ്റ്റിൽ ചെയ്യാൻ പറ്റില്ല. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിന്റെ കേസിൽ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എക്സ്പെരിമെന്റൽ വേപ്പർ പ്രഷർ ഇസ് ലെസ് ദാൻ ദി കാൽക്കുലേറ്റഡ് വേപ്പർ പ്രഷർ. അപ്പോൾ മിക്സ്ചറിന്റെ നെഗറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്, കേർവ് ആണ് വരുന്നത്, താഴേക്കുള്ള കേർവ്. അപ്പൊ ഇവിടെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനുകളിൽ 68% നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്താൽ അതിന്റെ വ്യത്യസ്ത കോമ്പോസിഷൻസിൽ ഏറ്റവും കുറവ് വേപ്പർ പ്രഷർ തരുന്ന മിക്സ്ചർ ഏതാണോ, അതായത് ഈ കർവില് ഏറ്റവും ലോവസ്റ്റ് വേപ്പർ പ്രഷർ തരുന്ന സൊല്യൂഷൻ ഏതാണോ അതായിരിക്കും അസിയോട്രോപ്പ് ആവുക. ഇപ്പൊ വേപ്പർ പ്രഷർ ഏറ്റവും കുറവ് എന്ന് പറഞ്ഞാൽ ഈ മിക്സ്ചേഴ്സിൽ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളയാണ്. സോ നെഗറ്റീവ് ഡീവിയേഷൻ തരുന്ന സൊല്യൂഷൻസ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പുകളാണ് തരിക. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് കിട്ടിയോ? എന്താണ് അസിയോട്രോപ്പ് എന്ന്? ആ ലിക്വിഡ് സ്റ്റേറ്റിലെ അതേ കോമ്പോസിഷൻ തന്നെ വേപ്പർ സ്റ്റേറ്റിലും മെയിൻറ്റെയിൻ ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ്, മിക്സ്ചേഴ്സ് ആണ് അസിയോട്രോപ്പുകൾ. ബോയിൽസ് വിതൗട്ട് എനി ചേഞ്ച് ഇൻ കോമ്പോസിഷൻ. അസിയോട്രോപ്പ് എന്ന വാക്ക് വരിക ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. നോ ചേഞ്ച് ഓൺ ബോയിലിംഗ് എന്നർത്ഥം വരുന്ന രണ്ട് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് അസിയോട്രോപ്പ് എന്ന വാക്ക് വരിക. സോ ദ മിക്സ്ചർ ബോയിൽസ് വിതൗട്ട് എനി ചേഞ്ച് ഇൻ കോമ്പോസിഷൻ. Azeotropic mixtures cannot be distilled. ഡിസ്റ്റിൽ ചെയ്ത് കമ്പോണൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ രണ്ട് എക്സാമ്പിൾസ് കാണുന്നു. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനുകൾ അവർ തരിക മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പുകളാണ് എന്ന് പറഞ്ഞാൽ ആ കോമ്പോസിഷനുകളിൽ ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് ഉള്ള അസിയോട്രോപ്പ്. എക്സാമ്പിൾ 95.6% എത്തനോൾ. ഇവിടെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനുകളുടെ അസിയോട്രോപ്പിൽ ആ അസിയോട്രോപ്പ് ബോയിൽ ചെയ്യുന്നത് രണ്ട് കമ്പോണൻസിന്റെയും ബോയിലിംഗ് പോയിന്റിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിലാണ്. Azeotrope has lower boiling point than the pure components. എവിടെയാണ്? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സ്ഥലത്ത്. കാരണം ഇവിടെ എത്തനോൾ ബോയിലിംഗ് പോയിന്റ് 351.3, വാട്ടർ 373, പക്ഷേ ദിസ് മിക്സ്ചർ ബോയിൽസ് അറ്റ് 351.15 കെൽവിൻ. അതുപോലെ തന്നെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് നമ്മൾ എടുത്താൽ ഒരു ഉദാഹരണം നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. 68% നൈട്രിക് ആസിഡ്. ഇതിൽ നൈട്രിക് ആസിഡിന്റെ ബോയിലിംഗ് പോയിന്റ് 359 കെൽവിൻ ആണ്. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് നമുക്കറിയാം 373 കെൽവിൻ ആണ്. പക്ഷേ ദിസ് മിക്സ്ചർ 68% നൈട്രിക് ആസിഡ് ബോയിൽസ് അറ്റ് 393.5 കെൽവിൻ. അപ്പൊ നോക്കിക്കേ എന്താ പ്രത്യേകത? ഈ രണ്ട് കമ്പോണൻസിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ കൂടുതലാണ് ഈ മിക്സ്ചറിന്റെ ബോയിലിംഗ് പോയിന്റ്. സോ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് has a boiling point higher than the
boiling points of the pure components. രണ്ട് കമ്പോണൻസിന്റെയും ബോയിലിംഗ് പോയിന്റിനേക്കാൾ കൂടുതലാണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിന്റെ ബോയിലിംഗ് പോയിന്റ്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിന്റെ ബോയിലിംഗ് പോയിന്റ് രണ്ട് കമ്പോണൻസിന്റെയും ബോയിലിംഗ് പോയിന്റിനേക്കാൾ കുറവാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ആൻ അസിയോട്രോപ്പ്? അത് ചോദിക്കാറുള്ളതാണ്. എന്താ അസിയോട്രോപ്പ്? എ മിക്സ്ചർ which boils without any change in composition. രണ്ട് എക്സാമ്പിൾസ് 95.6% ethanol and 68% nitric acid. ഇനി അവിടെ ഓർത്തു വെക്കേണ്ട രണ്ട് പോയിന്റ്സും കൂടെ. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനുകൾ തരിക മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പുകളാണ്. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് തരിക മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പുകളാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കാണ്. ഓക്കെ, താങ്ക് യു.